സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഹലോ ഗൈസ്, അപ്പം ഇന്ന് മഞ്ചാടി പുതിയ സ്കൂളിലെ അഡ്മിഷൻ എടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഏത് ക്ലാസ്സിലേക്കാ? സരസ്വതി. സരസ്വതി സ്കൂള്. ഏത് സ്കൂളാ? സരസ്വതി വിദ്യാ നികേതൻ. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കാൻ പോകുന്നേ? LKG-ലോട്ടല്ലേ നമ്മൾ പോകുന്നേ? LKG-ലാണ് ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇനി പുതിയ ഫ്രണ്ട്സ് ആവും, പുതിയ സ്കൂൾ. അപ്പൊ നമുക്ക് മഞ്ചേരി സ്കൂളിലേക്ക് പോയാലോ? അഡ്മിഷൻ എടുക്കാനേ. പിന്നെ നിനക്ക് ഏത് സ്കൂളാ ഇഷ്ടം? സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണെന്ന് അറിഞ്ഞത് മുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാട്ടിയ ആളാണ് മഞ്ചാടി. കാരണം മറ്റൊന്നും കണ്ടല്ല, അവളുടെ കൂടെ മുന്നേ അംഗനവാടി പഠിച്ചിരുന്ന ഒരു കുട്ടി ആ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അത് അറിഞ്ഞത് മുതൽ അവൾക്കും ആ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നുള്ളത് ഒരേ നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് കേട്ടോ. സരസ്വതി വിദ്യാനികേതൻ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ വളരെ റെയറാണ്. അങ്ങനെ ഇൻ കേസ് ഓഫ് കിട്ടിയാൽ തന്നെ ഹോളിഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്കൂൾ ഓപ്പൺ ആവില്ല. അപ്പം ഞങ്ങൾ വൈകണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് തന്നെ പോകാമെന്ന് കരുതി സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് കടന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പം ഒന്നാമത് നല്ല വെയിലായിരുന്നു. വെയിലത്തുനിന്ന് ഈ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. കുറേ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഞങ്ങളിതാ അതിന് ഉള്ളിലോട്ട് കടന്നു ഓഫീസിൽ കടന്നു. ആൾക്ക് ഭയങ്കര എന്താ പറയുക, കുറച്ച് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. എന്നിട്ട് സ്കൂൾ കണ്ടപ്പം ഞെട്ടി എഴുന്നേറ്റു കേട്ടോ. പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പറഞ്ഞു. പിന്നെ സിലബസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവിടുത്തെ മാഗസിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. മഞ്ചാടി എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. എവിടെ പോയിട്ടുണ്ടെങ്കിലും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന അവൾ. ഭയങ്കര ഇഷ്ടമായിട്ടോ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ സ്കൂളിൽ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എക്സാം ആണെന്ന് തോന്നുന്നു ആ ടൈമിൽ. കാരണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറച്ച് മുന്നെയാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.